ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ, എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ. ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ, എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ. ഞാൻ പുതിയ ലൈവ് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പത്രം എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ പത്രത്തിലെ വാർത്ത. ഞാൻ എപ്പോഴും എഴുതാറില്ല, എന്തെങ്കിലും പ്രത്യേക വാർത്ത വരുമ്പോഴേ എഴുതാറുള്ളൂ. അപ്പം ഞാൻ എഴുതിയൊരു വാർത്തയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ എൻ്റെ പത്രത്തിൽ അഭിലാഷ് അമ്പലപ്പുഴ പത്രത്തിൽ, അഭിലാഷ് അമ്പലപ്പുഴ ന്യൂസ് പേപ്പറിൽ എഴുതിയ എൻ്റെ ഒരു വാർത്തയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കച്ചേരിമുക്കിലെ, ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ കച്ചേരിമുക്കിലെ പാലം പൊളിച്ചു കളയണം എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. ഈ കച്ചേരിമുക്കിൽ പാലം പണി അനാവശ്യമാണ്. ഞാൻ ഈ പാലം പണിക്ക് മുമ്പേ എഴുതിയ വാർത്തയാണ്. പാലം പൊളിച്ചു കളയണം. ഇത് അനാവശ്യ പാലം. ഈ പാലം പണിയെന്ന് പറയുമ്പം അത്യാവശ്യ ഘട്ടം എന്ന് പറഞ്ഞാൽ തോടോ പുഴയോ അല്ലെങ്കിൽ റെയിൽവേ പാലമോ, റെയിൽവേ പാത ഉള്ളിടത്താണ് ഈ മേൽപ്പാലം പണിയുന്നത്. അമ്പലപ്പുഴയിലെ കാര്യം നോക്കുവാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ, ഒരു 500 മീറ്റർ ഇല്ല, തൊട്ടടുത്ത് തന്നെ കാക്കാടത്ത് ഒരു പാലം, പഴയ ഒരു മേൽപ്പാലം ഉണ്ട് റെയിൽവേയുടെ. ഇപ്പോൾ ഒരെണ്ണം പണിയുന്നുണ്ട്. അവിടുന്ന് ഒരു 3 നിലയും ഫ്ലാറ്റ് ആയിട്ടാ പോരെ. കച്ചേരിക്ക് പിന്നെ എന്തിനാ പാലം? അവിടുന്ന് പിന്നെ വരുമ്പോൾ പിന്നെ ഒരു പാലം പണിയാന്ന് പറയുമ്പോൾ അമ്പലപ്പുഴയിൽ കച്ചേരിക്ക് ഈ പാലം പണിയുന്നത് ഈ നാടിനെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും വേണ്ടിയുള്ള പാലമാണ് കച്ചേരിമുക്കിൽ പണിയുന്ന മേൽപ്പാലം. അമ്പലപ്പുഴയെ അധിക്ഷേപിക്കാൻ തുടങ്ങിയിട്ട് പണ്ട് മുതലേ തുടങ്ങിയാണ്. അമ്പലപ്പുഴയിലെ ആദ്യത്തെ KSRTC ബസ് സ്റ്റേഷൻ പൊളിച്ചു കളഞ്ഞിട്ട് പുതിയത് നിർമ്മിച്ചില്ല. പുതിയത് നിർമ്മിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് പുതിയ ഒരു KSRTC ബസ് സ്റ്റേഷൻ ഇല്ലാത്ത ഒരു സ്ഥലമാക്കി അമ്പലപ്പുഴയെ. ഇപ്പോൾ വെറും ഒരു അമ്പലപ്പുഴയെ പ്രാധാന്യത്തെ കുറയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടി. ഈ അമ്പലപ്പുഴയുടെ ഒരു പ്രാധാന്യം കുറയ്ക്കാൻ, അതാര് വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. അമ്പലപ്പുഴയെ പക്ഷെ ഇങ്ങനെയൊക്കെ പലതും നോക്കുവാണ്. അന്ന് KSRTC ബസ് സ്റ്റേഷൻ പൊളിച്ചു കളഞ്ഞിട്ട് പുതിയത് ഉടൻ തന്നെ പണിതില്ല. അപ്പം അമ്പലപ്പുഴ വെറും ഒരു പ്രാധാന്യം ഇല്ലാതാക്കാൻ നോക്കുന്നൊരു ഭാവമാണ് ഇപ്പൊ ഈ കച്ചേരിമുക്കിലെ അനാവശ്യ പാലം പണി. കച്ചേരിമുക്കിൽ, ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ കച്ചേരിമുക്കിൽ പണിയുന്ന പാലം അനാവശ്യമാണ്. സർക്കാരിന്റെ കാശിന്റെ കുന്തളിപ്പാണ് ഈ പാലം പണിയുന്നത്. കാശിന്റെ കുന്തളിപ്പ്. ഞാൻ കാക്കാഴത്തെ പാലം ഇറങ്ങുമ്പോ പിന്നെ ഒരു പാലം കച്ചേരിക്ക് പണിയാന്ന് പറയുമ്പോ അത് ഈ നാടിനെ, അമ്പലപ്പുഴയെ അപമാനിക്കാനും അമ്പലപ്പുഴയെ ഇല്ലാതാക്കാനും വേണ്ടി പണിയുന്ന പാലം. അപ്പൊ എനിക്ക് അമ്പലപ്പുഴ കച്ചേരിമുക്കുമായിട്ട് വൈകാരികമായ ബന്ധം ആണുള്ളത്, എല്ലാവർക്കും അറിയാം. അമ്പലപ്പുഴ കച്ചേരിമുക്കിലായിരുന്നു എൻ്റെ അച്ഛൻ M. വിശ്വംഭരൻ സ്റ്റേഷനൽ കട ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ഉപജീവന മാർഗത്തിനോട് തുടങ്ങിയ M. വിശ്വംഭരൻ സ്റ്റേഷനൽ കട കച്ചേരി ജംഗ്ഷനിൽ തന്നെ ആയിരുന്നു. അപ്പൊ ഈ കച്ചേരിമുക്കിൽ പണിയുന്ന മേൽപ്പാലം സർക്കാർ പൊളിച്ചു കളയാൻ തയ്യാറാവണം. അനാവശ്യമായി പണിയുന്ന പാലമാണ്. അമ്പലപ്പുഴയെ അധിക്ഷേപിക്കാനും ഇല്ലാതാക്കാനും വേണ്ടി പണിയുന്ന കച്ചേരിമുക്കിലെ മേൽപ്പാലം പൊളിച്ചു കളയാൻ സർക്കാർ തയ്യാറാകണം. ഈ അധിക്ഷേപം, അമ്പലപ്പുഴയെ ഇല്ലാതാക്കാൻ ശ്രമം തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. ആ KSRTC ബസ് സ്റ്റേഷൻ ആദ്യത്തെ അമ്പലപ്പുഴയെ പൊളിച്ചു കളഞ്ഞിട്ട് പുതിയത് നിർമ്മിക്കാൻ സർക്കാർ അന്നും തയ്യാറായില്ല. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് തുടങ്ങിയത്. ഇപ്പം ഒരു KSRTC ബസ് സ്റ്റേഷൻ പണി കഴിപ്പിച്ചിട്ട് ഏതാനും വർഷങ്ങളേ ഉള്ളൂ. അവിടെ ബസ് പോലും നിർത്തുന്നില്ലായിരുന്നു. ബസ് കുറച്ച് മാറി സ്കൂളിന് മുൻവശം നിർത്തിക്കൊണ്ടിരുന്നത്. അത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ചെയ്തതിന് ശേഷമാണ് അവിടെ ഇപ്പം ബസ് സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റേഷനിൽ ബസ്സുകൾ സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ യൂട്യൂബ് ചാനൽ, അഭിലാഷ് അമ്പലപ്പുഴ യൂട്യൂബ് ചാനലിൽ ഞാൻ വാർത്ത കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ബസ്സുകൾ KSRTC ബസ് സ്റ്റേഷനിൽ നിർത്തുന്നത്. ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് അമ്പലപ്പുഴയുടെ പ്രാധാന്യം കുറയ്ക്കുക, അമ്പലപ്പുഴയെ അധിക്ഷേപിക്കുക, അമ്പലപ്പുഴയെ അപമാനിക്കുന്നതിന്റെ ഭാഗമാണ് ഈ അമ്പലപ്പുഴയിൽ കച്ചേരിമുക്കിൽ പണിയുന്ന പാലത്തിന്റെ, ഈ പാലം പണിയുടെ ഉദ്ദേശം.
സർക്കാരിന്റെ കാശിന്റെ കുന്തളിപ്പ്. കച്ചേരിമുക്കിലെ മേൽപ്പാലം പൊളിച്ചു കളയാൻ സർക്കാർ തയ്യാറാകണം. ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ, എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ.